കേറ്. ഒരാളുകൂടെ ആരാ? കേൾക്കോ പക്ഷേ തുണി മാറ്റാൻ മാഷ്. അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. അസീസ നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഞാനിത് കഴിക്കില്ല. നിർബന്ധിക്കണ്ട, 3 ആൾക്ക് തികയില്ല. ഇയാളെന്തിട്ട് ഈ കുഞ്ഞിനിച്ച് കളിക്കണം? പണ്ടാറ് നിൽക്കണ്ടും. അതൊക്കെ പിന്നെ ഒന്ന് മുട്ടി വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞുണ്ണി ടീച്ചറുടെ ബ്ലൗസസ് ഉണ്ടാകുന്നുണ്ടല്ലേ? അത് തയ്ച്ചാ? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ, അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ ഒരു രസം അല്ലേ? നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാതിന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മാഷേ? ആ കാട്ടുമാക്ക മമ്മദിന്റെ മോളായാലോ? അത് വേണ്ട, അത് വേണ്ട. എന്താ? അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നത്. നമ്മുടെ അയ്മൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്യ. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രോസിക്കാന്റെ മോള് ആമിനെ എങ്ങനെ? എന്റെ അസീസ്, നീ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ, നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. കാണണോ? എങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള വാപ്പ മൂര് ഹൈദ്രോസ്. എന്റെ അസീസെ, ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ? അല്ലേ? അയ്യോ അസീസ്, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. എന്തേ ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനെടുത്ത് കുടിക്കാണ് അവരുടെ പെരട്ട നഗരെ. കുടിച്ചാ മതിയാക്ക് കഷണ്ടി. നാടയെല്ലെങ്കിലും പൊൻകുടമിന്ന് പൊന്നിൻകുടം സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലീസുര താരാനായകുശേഖരം ആശ്ചര്യകരങ്ങൾ രാവിലെ നാമം ജപിക്കാനും സമ്മതിക്കില്ല. ബുദ്ധിമുട്ടായി അല്ലേ? ബുദ്ധിമുട്ടായി. എന്താ രാവിലെ തന്നെ? ഇന്നലെ പറഞ്ഞ കാര്യം. ഏത് കാര്യം? ആമിനാണേ. ആമീന്? ഏതാമീന? ഹൈദ്രോസക്കാന്റെ മോള്. അതിവിടെയല്ല, നേരെ കിഴക്കോട്ട് പോയാൽ മതി, ആ തൊടിക്കപ്പുറം. അതല്ല, ഇന്നലെ പറഞ്ഞത് കാണണമെങ്കിൽ വന്നാ മതി എന്ന്. നിക്കാഹ്. ഈ ചെക്കൻ എന്തിന്റെ സൂക്കേടാ ഇതിനപ്പം രാവിലെ ഉടുത്തിറങ്ങി പുറപ്പെട്ടത്? നിക്കാഹൊക്കെ കാരണവന്മാര് തീരുമാനിക്കും, അതാ അതിന്റെ സമ്പ്രദായം. ചെന്ന് വാപ്പ എടുത്ത് പറ. പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല, നേരെ അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ പറഞ്ഞ പോലെ ആവട്ടെ, ചെല്ലേ. ദൂരാരുണ വിഗ്രഹം കുഞ്ഞലവി വന്നു എന്ന് കേട്ട് കാണാൻ പറ്റില്ല. വന്നതല്ല, നമ്മൾ രക്ഷപ്പെട്ടതാ. വരി. നിങ്ങൾക്ക് ഇത്തിരി കായ് തരാനുണ്ട്. ചേടാ, അതൊക്കെ ഇപ്പൊ നിങ്ങളോട് നമ്മൾ ചോദിച്ചോ? കായിനിപ്പോ ഇത്തരഞ്ഞിരിക്ക വിചാരിച്ചമാതിരി കച്ചവടങ്ങൾ നടക്കണില്ല. അലവി ഹൈദ്രോസിക്ക, നിങ്ങൾക്ക് കായ് ഇനിയും വേണോ? ചോദിച്ചു
കഴിക്ക്. അല്ല വേണ്ടപ്പെട്ടതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ? ഇതാ എടുത്തോളി. ഇത് ഇങ്ങോട്ടായിട്ട് കൊണ്ടുവന്നതാ. ഇവിടെ ആർക്കാ ഇത്? അധികമൊന്നുമില്ല. ഇതാ ഫാമിലിക്ക് ഒരു കുപ്പായത്തുണ്ട്, പിന്നെ ടേപ്പ്, പിന്നെ ഇങ്ങക്ക് ഒരു ലൈറ്റ്. എന്താ നോക്കണേ? സ്വിച്ചാണ് ഇങ്ങോട്ട് അത് ഇപ്പഴും ഇങ്ങനെ നെറ്റി കൊടുത്താൽ മതി. കണ്ടില്ലേ? ആ ഇതാ ഇതൊക്കെ എന്തിനാലവി? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിലോ? അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടെ ഐദ്രോസ്ക, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പൈസ ഇന്ന് നമ്മളെടുത്ത് വരും, നാളെ എടുത്തു വരും. അതൊരു ബിസിനസ്സാ. മനുഷ്യനാണ് വലുത്. ഇന്ന് പടച്ചോൻ വേണ്ടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ കയ്യിൽ 10-15 ലക്ഷത്തിന്റെ ഒരു പ്രളയം നമ്മൾ തീർക്കണം. അസൂയക്കാര് പലതും പറയും. നിങ്ങൾക്ക് നമ്മളെടുത്ത് എപ്പോഴും വരാം, എന്തും ചോദിക്കാം. ഇത് വെറുതെ പറയല്ല, പവാണ്. അപ്പൊ നമ്മൾ വരട്ടെ ആ. ഓനെന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണേ? മനസ്സുണ്ടായിട്ട് കുപ്പായം ഇല്ലാന്ന് പറഞ്ഞ് മോങ്ങാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ? എന്റെ പുന്നാരമോള് തുന്നിച്ചോ. എന്നാലും നമ്മുടെ മോക്ക് ഓനെന്തിനാ? അപ്പം തിന്നാ മതി, ഉയ്യ എണ്ണണ്ട. ഹൈഡ്രോസ് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ എനക്ക് വിവരം വേണ്ടേ? ഹൈദ്രോസൊക്കെ അങ്ങോട്ട് വരുന്നു. ആമനാക്കൊരു കുപ്പായം അളവതിലുണ്ട്, മറ്റന്നാ വരാം. എന്താണ് മൂലി വന്നിട്ട് പോയ വല്ല കുഴപ്പമുണ്ടാ? ജബ്ബാർക്ക, അത് ആരുടെ തുണിയാണെന്ന് അറിയോ? ആരുടെ? ആമിനാത്താത്തന്റെ. അസീസേ, ഞാൻ അസീസ്. എന്താ? ഹൈദ്രോസൊക്കെ ഒരു കുപ്പായം തുന്നാൻ തന്നിട്ടുണ്ട്. അതിനെന്താ? തുന്നിക്കോളി. അതല്ല. എന്താ അച്ഛാ, വേഗം പറയ്. അല്ല, തുണി കമ്മിയാ. അത് പറയാൻ നിങ്ങൾ വന്നത്? സാരില്ല, തിരിച്ചു വന്നോളി. അല്ല, തുണി ഞാൻ തന്നെ മേടിച്ച് തുന്നിക്കോളാം. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഈ കുപ്പായത്തില് ലൈസ് ഇല്ലേ? ഇങ്ങനെ വെക്കല്ലേ? അത് വെക്കണ്ടേ? ഇതൊന്നും ഞമ്മക്കറിയില്ല. നിങ്ങൾ എന്താ വെച്ചോ? അത് ശരി. അല്ല, അതിന് കായ് വല്ലതും വേണമെങ്കിൽ മൂപ്പരെടുത്ത് ചോദിക്കണം. അയ്യോ, അതൊന്നും വേണ്ട. ഈ ലൈസ് ഏത് നിറമെന്ന് പറഞ്ഞ അത് ഞാൻ മേടിക്കായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. കുപ്പായം ആമനക്കല്ലേ? ചോദിച്ചാ മതി. ഇവിടില്ലേ? ഓൾക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാച്ച തുണിക്കോളി, ഞമ്മക്ക് വേറെ പണിയുണ്ട്. പച്ച മതിയെന്ന് പറ ഉമ്മ. പച്ച മതിയെന്ന് പറ ഉമ്മ. പച്ച മതിയെന്ന് പറ ഉമ്മ.
എവിടേക്കാ രാവിലെ ഞമ്മള് പോവാ. ഇനി 10 ദിവസം കഴിഞ്ഞേ വരൂ. കുടി കിട്ടിയാ? 10 ദിവസോ? എങ്ങടാ? ഒരു ഇന്റർവ്യൂ. എവിടെ? തിരുവനന്തപുരത്താ. നമ്മളിവിടെ ഒറ്റയ്ക്കാവും. ആമിനക്കുട്ടി വരുന്നു എന്റെ കൂടെ. എന്റെ അമ്മാവന്റെ വീട്ടിൽ താമസിക്കാം. ഒരാഴ്ച കഴിഞ്ഞ് വരാം. അവിടെ കടലുണ്ട്, കാഴ്ച ബംഗ്ലാവുണ്ട്, മൃഗശാലയുണ്ട്. അതിനുള്ള ബാക്കിയൊന്നും എനിക്കില്ല. ഉമ്മ പോവാ അത്ര. 10 ദിവസം കഴിഞ്ഞ് വരുമെന്നു ലക്ഷ്മിയമ്മ പറഞ്ഞു. പണി കിട്ടിയാ രാധക്കുട്ടിയും പോവും. ഞങ്ങളെയൊന്നും മറക്കരുത് കേട്ടോ. എന്റെ ഉമ്മയെ ആമിനെയും ഞാൻ മറക്കുവോ? ഈ ഉമ്മയുടെ കൈത്തണ്ട് പിടിച്ച ഞങ്ങൾ രണ്ടുപേരും വളർന്നത്. ഞാൻ കാരണം എത്ര തല്ല ആമിനക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. തടുക്കാൻ വരുന്ന ഉമ്മയ്ക്കും കിട്ടും ഹൈദ്രോസുക്കേട് എടുത്തുനിന്ന്. ഞാനൊന്നും മറക്കില്ല കേട്ടോ. പോട്ടെ, അച്ഛൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടാവും. ആരുമില്ല ഇവിടെ. ഉമ്മയില്ല, ബാപ്പ ബാപ്പയും ഇല്ല. ആമിന, കുപ്പായം തുന്നിക്കഴിഞ്ഞില്ല. കയ്യുമ്പോ കൊടുത്തയച്ചാ മതി. നിങ്ങൾ പൊയ്ക്കോളിനും. ആമിനക്ക് വലിയ പേടിയാ. ബാപ്പ വന്നാ ആമിന, ഇന്നലെ മുതൽ ഞാൻ ആലോചിക്കുക, എങ്ങനെയാ ആമിനന്റെ കുപ്പായം തുന്നുകയാണ്. ആമിന നോക്ക്, ചന്തല്ലേ? ഇതിലേതാ ഇഷ്ടം? ഞമ്മക്കറിയില്ല. ആമിന പറയാതെ ഞാൻ പോവില്ല. എന്താ, ഇഷ്ടമല്ലേ? നേരാവണു. ബാപ്പ വരും. പറയാമിന, ഇഷ്ടം എന്നൊരു വാക്ക് പറഞ്ഞ. ഒക്കെ ഇഷ്ടാ. നിങ്ങൾക്ക് പിടിച്ചേ തുന്നിക്കോളി. എന്റെ പ്രിയപ്പെട്ട ആമിനയ്ക്ക്. ആരാ? ഇത് ഞാനാ മോനെ, വാതിലോർക്ക്. എന്റെ അസീസെ, മാഷയുടെ നാണം ഇതുവരെ മാറിയിട്ടില്ല. ഇങ്ങോട്ട് കേറി വാ മാഷേ, കേറി വാ. ഇവിടെ പറ്റില്ല. ഞങ്ങള് രണ്ട് മാന്യന്മാർ ഈ സമയത്ത് എങ്ങോട്ടാ പോവാ അസീസെ? അത് ഒരു ശരിയാ. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഒരു വഴിയുണ്ട്. നേരെ അങ്ങോട്ട് ഇറങ്ങി കിഴക്കോട്ട് കനാലിലൂടെ നടന്നാൽ ഒരു പാലമുണ്ട്. അതിന്റെ ചവിട്ടിലും കൂടിക്കും. എന്റെ അസീസെ, അവൻ തമാശ പറയണതല്ലേ? അല്ലേടാ? അല്ല, കാര്യമായിട്ടാ. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, അകത്തേക്ക് പോവാം. അത് ശരിയാണ്. മേല് പിടിച്ച് ഞെക്കരുത്. നിങ്ങൾക്ക് നാണമല്ലേ മാഷെ? നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളെ ചുറ്റുമുള്ളത്. അന്തിയായ ചാരാകുപ്പിയായിട്ട് അത് കള്ളുകൂടിയ നായരുടെ കൂടെ. മാഷേ, പെശക, നമുക്ക് പോവാം. എടാ ശവി ചെക്ക, ഒരു LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നീ അധിക്ഷേപിച്ചു വിട്ടിരിക്കുന്നത്. ഞാൻ മാത്രം വിചാരിച്ചാ മതി. ഈ കുന്നത്തങ്ങാടി ഒരു കോണ വരെ നിങ്ങൾക്ക് തയ്ക്കാൻ കിട്ടില്ല. ഇതൊന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോവാ മാഷേ, വാ.
നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? ആ എഴുത്തച്ഛന്റെ വീട്ടിലെ തുണി തുന്നി കൊടുക്കണ്ടേ? പണ്ടാറടങ്ങ്. ഇതിനകത്തൊരു കടലാസ്. തുന്നക്കൂലിയുടെ കടലാസാവും. തുന്നക്കൂലി കൊടുത്തതാണല്ലേ? എവിടെ? ഇതൊരു കത്താൻ തോന്നാണല്ലേ? വായിച്ചു നോക്കിയാലേ കത്താന്നറിയോ? ഓൻ ഇവിടെ നിന്ന് ചോദിച്ചല്ലോ. ഓൻ ഇവിടെ വന്നിരുന്ന തുണി പോരാന്ന് പറഞ്ഞ്. എന്നിട്ടെന്താ എന്നോട് പറഞ്ഞില്ല? അന്നോടാ ചോദിച്ചത്. നല്ല ബലാലോട്ട് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലത്. ആ, ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ. അല്ല ഇവിടെ. ആ മിടുക്കി, വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി, പകൽ. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ എന്റെ അമ്മേ. ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന്. എന്നാ തുടങ്ങിക്കോ. ഒന്ന് നിർത്തുവോ? എഴുന്നേറ്റിരിക്കണ അവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊറിയുന്നല്ലത്. മാഷേ, ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്കെഴുതിയതാ? ആർക്കെഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്താ. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോടോ. എടാ മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല, എന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. എന്താ പന്നി എന്നോടാ ചോദിച്ചത്? എന്താന്ന്? അറാം പറഞ്ഞോനെ, ഈ എന്റെ മോക്ക് കത്തയിട്ടു അല്ലേ? അന്ന ഞാൻ
പൊളിക്കടല്ല